പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ കർമ്മയോഗിയുടെ ജന്മദിനം. ഒരു കഥ കേൾക്കൂ. ഗാന്ധി ജയന്തി. നാളെ അവധിയാണല്ലോ, നമുക്ക് അടിച്ചു പൊളിക്കാം, ജിക്കുമോൻ പറഞ്ഞു. അവധിയോ? എന്താ വിശേഷം? മുത്തശ്ശി ചോദിച്ചു. കഷ്ടം, നാളത്തെ കാര്യം അറിയില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നോ? നാളെ ഗാന്ധി ജയന്തി അല്ലേ? മുത്തശ്ശന് വിഷമമായി. ഓ, ഞാനതത്ര ഓർത്തില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, മുത്തശ്ശി പറഞ്ഞു. അല്ലെങ്കിലും മഹാത്മാവിനെ ഓർക്കാനിപ്പോൾ ആർക്കാ നേരം? മുത്തശ്ശന് സങ്കടം സഹിച്ചില്ല. മഹാത്മാവോ? ആരെയാ മുത്തശ്ശൻ ഉദ്ദേശിച്ചേ? ഗാന്ധിജിയാണോ? ജിനിമോൾ ചോദിച്ചു. അല്ലാതെ ആരാ മോളെ ഈ ലോകത്ത് മഹാത്മാവായിട്ടുള്ളത്? തൻ്റെ സർവസ്വവും നാടിനു വേണ്ടി സമർപ്പിച്ച മഹാകർമ്മയോഗി. കിട്ടാവുന്ന അധികാര സ്ഥാനങ്ങളിലൊന്നും തരിമ്പ് പോലും മോഹമില്ലാത്ത സർവസംഗ പരിത്യാഗി. വസ്ത്രങ്ങളിലും ആടയാഭരണങ്ങളിലും ഒരു കമ്പവുമില്ലാതെ ഏകവസ്ത്രം ധരിച്ചു കഴിഞ്ഞ താപസി. മുത്തശ്ശന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. ഓഹോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഗാന്ധിയെപ്പറ്റി പറയാൻ? മോൾക്ക് അത്ഭുതമായി. അപ്പോൾ സ്കൂളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ലേ? ഗാന്ധിജിയെപ്പറ്റി അധ്യാപകർ പറഞ്ഞു തരാറില്ലേ? അതൊക്കെയുണ്ട്, അത് ശ്രദ്ധിക്കാൻ ആർക്കാ നേരം? ഗാന്ധി ജയന്തിക്ക് സ്കൂളിൽ ചെല്ലാൻ പറയാറുണ്ട്, ഞങ്ങളൊന്നും പോവാറില്ല. അത് ശരിയല്ല മക്കളെ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരാഴ്ചക്കാലം സ്കൂളും പരിസരവും വൃത്തിയാക്കും. സേവനവാരം എന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും സേവനമായിട്ട് സ്കൂളും പരിസരവും മനസ്സറിഞ്ഞ് വൃത്തിയാക്കും, അമ്മ പറഞ്ഞു. അത് ശരിയാ. അന്നത്തെ കട്ടൻ്റെയും കപ്പയുടെയും രുചി ഇപ്പോഴും നാവിലുണ്ട്. ഓ, ആ ചമ്മന്തി! അച്ഛനും സേവനവാരം ഓർമ്മ വന്നു. ആർക്കാണിപ്പോൾ കട്ടനും കപ്പയും വേണ്ടത്? വല്ല ബർഗറോ പിസയോ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികൾ കേൾക്കും. പിന്നെ എന്തു കൊടുക്കാമെന്ന് പറഞ്ഞാലും പുല്ല് പറിക്കാനും വഴി വൃത്തിയാക്കാനും ഒന്നും ഇന്നത്തെ കുട്ടികളെ കിട്ടില്ല. മുത്തശ്ശന് അമർഷം തീരുന്നില്ല. അങ്ങനെ പറയരുത് മുത്തശ്ശ. ഞങ്ങളൊക്കെ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ കൂടാറുണ്ട്. പുല്ല് പറിക്കാനും കടലാസും മറ്റും പെറുക്കിക്കളയാനും ഒക്കെ കൂടാറുണ്ട്. ആ, എങ്കിൽ നല്ല കാര്യം. ശുചിത്വ സുന്ദര ഭാരതമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. അതുപോലെ എന്തു ജോലി ചെയ്യാനും മടിയില്ലാത്ത ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ ഭാവി താരങ്ങൾ. അതിനാരാണിപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യാൻ നിൽക്കുന്നേ? UK, US, ആസ്ട്രേലിയ, കാനഡ അങ്ങനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനല്ലേ ചെറുപ്പക്കാർക്ക് മോഹം? അച്ഛൻ്റെ പറച്ചിലിൽ ആവേശമുണ്ടായിരുന്നു. ഗാന്ധിജി ഇംഗ്ലീഷുകാർ ഉൾപ്പെടുന്ന വിദേശീയരെ ഇവിടുന്ന് തുരത്താൻ കഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം ഇന്ത്യക്കാരെ സ്വന്തം നാട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ വിദേശികൾ കഷ്ടപ്പെടുന്ന അവസ്ഥയല്ലേ? മുത്തശ്ശൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ലോകമേ തറവാടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പം പിന്നെ എവിടെ കഴിഞ്ഞാലെന്താ? അച്ഛൻ്റെ ചോദ്യത്തിൽ കുസൃതി കലർന്നിരുന്നു. ആ, അത് ശരിയാ. ഇപ്പം നമ്മുടെ നാട്ടിൽ തറവാടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ എങ്ങും താമസിക്കാൻ ആളില്ല. മുത്തശ്ശൻ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഗാന്ധിജി വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം കുറച്ച് അധികമായിപ്പോയോ എന്നൊരു സംശയം അല്ലേ മക്കളെ? മുത്തശ്ശി ചോദിച്ചു. സ്വാതന്ത്ര്യം അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണോ? ജിത്തുവിൻ്റെ നാവിൻ തുമ്പിൽ കുസൃതി ചോദ്യം വന്നു. കളിയാക്കണ്ട മക്കളെ. സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിച്ചവർക്കേ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയറിയൂ. നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം കൂടിപ്പോയിട്ടാ, മുത്തശ്ശൻ പരിഭവിച്ചു. മുത്തശ്ശി, ഞങ്ങൾക്ക് ഗാന്ധിജിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമോ? ജിനിമോൾ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു തരാം, പക്ഷേ നാളെ നിങ്ങൾ മടി കൂടാതെ ഗാന്ധി ജയന്തി ആഘോഷത്തിന് പോകണം. തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ശരി മുത്തശ്ശ, അവർ സമ്മതിച്ച് തലകുലുക്കി.